അപ്പോൾ അങ്ങനെ 2 മലയാള സിനിമകൾ നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ഇനിയുള്ളത് ബാലറീന, ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക്. ബാലറീന ഇനിയുള്ള രണ്ടും ഈ പറയുന്നല്ലോ എക്സിസ്റ്റിംഗ് IP-യുടെ കണ്ടിന്യൂഷനാണ്. ഒന്ന് ബാലറീന ജോൺ വിക്കിൻ്റെ ഫ്രാഞ്ചൈസിയിൽ വരുന്ന, അതിൻ്റെ എന്താ പറയുന്ന മറ്റേ ബൂട്ട്ലെഗ്, പിന്നെ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ ഉള്ള പടത്തിനെ അതേ ഡയറക്ടർ തന്നെ ചെയ്തേക്കുന്നതാണ്. ഇത് രണ്ടും രസമുണ്ടല്ലോ. ഇത് ഇറങ്ങി 4 പടവും അത്യാവശ്യം 4 പടം നല്ലതായിരുന്നു. കാരണം ഒരു ദിവസം ഞാൻ ആ ഒരു ദിവസം കണ്ട 3 പടം നല്ല ഹാപ്പി ആയിട്ടുള്ള പടം. എസ്പെഷ്യലി ബല്ലറീന മറ്റേ എങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി ജോൺ വിക്ക് 3, 4 ബല്ലറീന ഇപ്പോൾ 3 പടമാണ് ഞാൻ തിയേറ്ററിൽ കണ്ടിരിക്കുന്നത്. തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 സിനിമകളും കണ്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ജോൺ വിക്ക് ഫാൻസിൻ്റെ തെറി പറയില്ല, കാരണം പടം മോശമാകുന്നതുകൊണ്ടല്ല, എന്തോ ഞാൻ ഈ സിനിമകൾ കാണാൻ പോകുമ്പോഴൊക്കെ അതായത് ഞാൻ ഈ പടം കാണാം. ജോൺ വിക്ക് 3 ഞാൻ ഫസ്റ്റ് തിയേറ്ററിൽ പോയി കാണുമ്പോൾ കൊച്ചിയിലാണ് കാണാൻ പോകുന്നത്. ഇവിടെ റിലീസ് പാരാബലമാണ് തോന്നുന്നു, ആണോ? അപ്പോൾ ഞാൻ ഈ ജോൺ വിക്കിൻ്റെ 3rd പാർട്ട് കാണാൻ വേണ്ടി കൊച്ചി കാണാൻ പോകുന്നത്. അവിടെ ആലപ്പുഴയൊന്നും റിലീസില്ല. അപ്പോൾ അന്ന് പോകുന്നത് അവിടെ രാത്രി 11:30 എന്തോ ഷോ ഉണ്ടായിരുന്നു, അത് കാണാനാണ് പോകുന്നത് PVR. അത് കാണാൻ വേണ്ടി ചെന്നിട്ട് എനിക്കാണെങ്കിൽ ഇവിടുന്ന് പോകുമ്പോഴേ എനിക്ക് ഉറക്കമുണ്ട്. അവിടെ ചെന്നിരുന്ന് പടം തുടങ്ങിയപ്പോൾ ആക്ഷൻ പടം കാണണം. അങ്ങനെ അപ്പോൾ എനിക്കറിയാം ആക്ഷൻ പടമല്ല, നമ്മൾ ഉറങ്ങത്തൊന്നുമില്ലെന്ന്. പക്ഷേ ഇടി തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ആ ഫൈറ്റിൻ്റെ ഒരു പരിപാടി മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ച് നേരം അത് മയക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നും പറ്റത്തില്ല. നമ്മളിന്ന് മയങ്ങി പോകും. പെട്ടെന്ന് ഇങ്ങനെ ആൾക്കൂടെ പുറകില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എഴുന്നേറ്റിട്ട് വീണ്ടും ഇരിക്കും. വീണ്ടും കുറച്ച് ഫൈറ്റ് തന്നെ ഫൈറ്റ്. അപ്പോൾ ആ സിനിമകളൊക്കെ ഞാൻ അവിടെ ഇവിടെയായിട്ട് ചെറിയ ഫുൾ ഉറങ്ങുന്നില്ല, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മയങ്ങിപ്പോവും. ഈ ബലറീന കാണാൻ ചെന്നപ്പം വയറ് നിറച്ച് ഫുഡ് കഴിച്ച്, അതായത് നല്ല നല്ല പൊറോട്ടയും പോർക്കും പിന്നൊരു ഷെയ്ക്കും ഒക്കെ കുടിച്ചിട്ട് തിയേറ്ററിൽ പോയിരിക്കാം. വേറൊരു പ്രശ്നം, തിയേറ്ററിലെ സീറ്റ് ഒരു അറേബ്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നല്ലേ വയറ്. അതായത് അവിടെ മറ്റേ ഇരുന്ന സീറ്റ് വളരെ മോശം സീറ്റായിരുന്നു എനിക്ക് കിട്ടിയത്. അതെന്താണെന്ന് വെച്ചാൽ ആ സീറ്റ് ഓൾറെഡി ഇങ്ങനെ എന്തോ ഒരു നമ്മൾ ഇരിക്കുന്ന പ്രശ്നം, അതെ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പക്ഷെ അല്ല അത് സംബന്ധിച്ചാൽ അത് എല്ലാ സീറ്റിനും ഇല്ലേ. ഞാനിരുന്ന സീറ്റിനും ഭയങ്കര പ്രശ്നം വെച്ചാൽ ഞാനിങ്ങനെ താഴെ ഇങ്ങനെ ഊടുന്നു ഇങ്ങനെ ഇറങ്ങിപ്പോവുക. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ കയറി ഇരുന്നിട്ട് എനിക്കാണെങ്കിൽ വയറിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ നമ്മളിങ്ങനെ താഴോട്ട് പോകുന്നു. അപ്പം ഞാൻ കുറച്ച് താഴെ പോയി ഞാൻ വെച്ചിട്ട് കയറി ഇരിക്കട്ടെ, അത് ചെറുതായിട്ട് മയങ്ങം ഇടി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ അത് പ്രകൃതി അതിന് അനുകൂലമായി. അതെ കഥാപരമായി പടം തുടങ്ങുന്ന ആയത് 10 മിനിറ്റിൽ പറഞ്ഞ കഥയേ ഉള്ളൂ. പിന്നെ പടത്തിൽ പിന്നെ ഫൈറ്റ് ആണല്ലോ. അപ്പം ഇനിയിപ്പോൾ ഇടി തന്നെ ഓരോ സെറ്റിംഗ് ആണ്, അതായത് ഓരോ സെറ്റ് പീസ് പോലെ, ആക്ഷൻ സെറ്റ് പീസ് പോലെ പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇടി തുടങ്ങിയിട്ട് നമുക്കത് ഒരു 5 മിനിറ്റ് മയങ്ങിയിട്ട് ഇനി കഴിയുമ്പോൾ എഴുന്നേക്കാം. ഞാൻ ആൾക്കാർ ഇതോട്ട് കൈയടിക്കും പോകാനൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ ഇടയ്ക്കിങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ ഞെട്ടിക്കണമെന്ന് അങ്ങനെയാണ് പടം കണ്ടത്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഞാൻ കാണരുതില്ല, മൊത്തം കണ്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെ ആയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങിപ്പോയി. എന്നാലും ഞാൻ കാണാൻ മിസ്സായി പോയ സീനുകളൊന്നും ഇല്ല. മേജറായിട്ടുള്ള സാധനങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ബാലറീന എനിക്ക് ഈ പറയുന്ന പോലെ ജോൺ വിക്ക് യൂണിവേഴ്സിലെ കുറേ ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ടല്ലോ, അതായത് ഈ ആക്ഷൻ നടക്കാനുള്ളൊരു ഇമോഷണൽ സീൻ അത് ഇതിനകത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് സെറ്റ് പീസുകളാണ്. പിന്നെ ഇപ്പം ജോൺ വിക്ക് അല്ലാത്തൊരു പടം, ഒരു ബൂട്ട്ലെഗ് പോലെ അല്ലെങ്കിൽ സൈഡിൽ കൂടെ പോവാണ്. ഇതെനിക്ക് തോന്നുന്നു ഫസ്റ്റ് പടത്തിൻ്റെ സെക്കൻഡ് പടത്തിൻ്റെ ഇടയ്ക്ക് കൊണ്ടാണെന്ന്. അപ്പം വേറൊരു ക്യാരക്ടറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിന് എന്തെങ്കിലും വ്യത്യാസം വരുത്തണമല്ലോ. അപ്പോൾ ഈ ബാലറിനായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ അനാ ഡി ആർമാസിൻ്റെ ക്യാരക്ടർ തുടക്കം തൊട്ടേ ഫൈറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വീക്കായിട്ട് സ്വയം ഫീൽ ചെയ്യുന്നു. അപ്പം ഫൈറ്റ് ലൈക്ക് എ ഗേൾ, അതിൻ്റെ ഒരു സോങ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ. അപ്പോൾ ആ ഒരു രീതിക്ക് ടാക്ടിക്കലി ഡിഫറെൻ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന മറ്റൊരു ജോൺ വിക്കിനെ അവർ ഉണ്ടാക്കി, വളരെ സക്സസ്ഫുള്ളി ഉണ്ടാക്കി. ഈ പറയുന്ന ജോൺ വിക്കിനുണ്ടായിരുന്ന ഒരു ഇമോഷണൽ എലമെൻറ്റ്, മറ്റേ പട്ടിയും വൈഫും ഒക്കെ, അതിൻ്റെ അത്രയും ഇഫക്റ്റീവായിട്ട് ഇതിനകത്ത് ഒരു അച്ഛൻ്റെ ഒരു ഇമോഷണൽ എലമെൻറ്റ് അത് വർക്കായതുപോലെ ഫീൽ ചെയ്തില്ല. അതൊക്കെ കഴിഞ്ഞ് ഇടി തുടങ്ങട്ടെ എന്നുള്ള ലൈനിലായിരുന്നു ഇരുന്നത്. ഇമോഷണലും അച്ഛൻ ഫൈറ്റ് ചെയ്യും ഒരുപാട്. എനിക്ക് കാസ്റ്റിംഗിൻ്റെ ആണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ നല്ലൊരു കാസ്റ്റിംഗ് ആയിരുന്നു. ചിലപ്പോൾ അത് നമുക്ക് വർക്കാവില്ല. കാരണം പുള്ളി വന്ന് ആദ്യം പുള്ളിയുടെ ആക്ഷൻ സീക്വൻസ് നല്ല രീതിയിൽ പോയി. ആക്ഷൻ സീൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് പുള്ളി അച്ഛൻ അത് എന്തോ അങ്ങോട്ട് ശരിയില്ല. അതെ ആ ആളെ ആക്ടറെ കാണുമ്പോൾ തന്നെ ആക്ടറെ പെട്ടെന്ന് ഇത് അതെ പുള്ളി പട്ടിയാണെങ്കിൽ ഒരൊറ്റ ഷോട്ടിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഈ കാണുമ്പോൾ അച്ഛൻ എന്നുള്ള വൈബ് ഇയാൾ മരിക്കരുതേ, അയ്യോ അച്ഛനത് അതെ എന്ന് തോന്നണം. ഇത് അതെ പ്രിയാനാടിയെ പിന്നെ കാണിക്കുന്ന വളർന്നു കണ്ടല്ലോ. അപ്പം ഈ കൊച്ചിന് ഇത്രയും റിലേഷൻ ഉണ്ട് എന്നൊക്കെ തോന്നണമെങ്കിൽ അതൊന്നും വർക്കാകത്തില്ല. പിന്നെ നമ്മൾ ഇടി കാണാൻ വരുന്നുണ്ട് അവിടെയാണ്. അതായത് പുള്ളിക്കാരെ ഇത്രയും ഇത് ഡ്രൈവ് ചെയ്യണം. അതായത് അച്ഛനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാനുള്ള
ഒരു ത്വരയാണ് ആ ക്യാരക്ടർ നിൽക്കുന്നത്. എമ്പുരാൻ 2-ലെ പൃഥ്വിരാജിന്റെ അവസ്ഥ, അതായത് പ്രതികാരം താളം ചെയ്യാം എന്ത് പറയുന്ന വൈവ. അപ്പൊ ഇത് ഇങ്ങനെ വർഷങ്ങളെടുത്ത് അവരിങ്ങനെ ട്രെയിൻ സീക്വൻസ് അടിപൊളിയായിരുന്നു. ആക്ഷൻ സീക്വൻസ് എല്ലാം അടിപൊളിയായിരുന്നു. നല്ല ആക്ഷന് കാണാൻ പോവാണെങ്കിൽ ഇത് ജോൺ വിക്ക് ഫൈറ്റ് ചെയ്യുന്ന പോലെ അല്ല ബാലറീന ഫൈറ്റ് ചെയ്യുന്നത് എന്നതൊരു രസം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടെ വിചാരിച്ചത് ഈ ബാലറീന എലമെന്റ്സ് കുറച്ച് വരുമെന്ന്. പക്ഷെ അത് അത്രയും സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്യുന്നില്ല അവർ. അത് ജസ്റ്റ് ഒരു സൈഡിൽ കൂടെ പോകുന്നൊരു എലമെന്റ് മാത്രമാണ്. അപ്പം മറ്റേ ഒരു ഭയങ്കര രസമായിട്ട് വന്ന് മറ്റേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഒന്ന് മറ്റേ ആ എന്താ പറയുക ഫ്ലെയിം ത്രോവർ വെച്ചുള്ള പോർഷനും പിന്നെ ഒരു വെയിട്രസ്സുമായിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ട്. അത് കുറച്ച് കോമഡിയൊക്കെ ആയിട്ട് മറ്റേ പാത്രമൊക്കെ എടുത്ത് അലക്കടിക്കും. അതായത് ഫസ്റ്റ് ഇവരുടെ മറ്റേ മെഷീന് പോകുന്ന ആ സാധനമാണോ? അല്ലല്ല, ഇവർ മെഷീന് പോയി കഴിഞ്ഞിട്ട് ഒരു ചെറിയ ക്യാവൺ പോലത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് കോഫി എന്തോ ഓർഡർ ചെയ്യും. അപ്പോഴത്തേക്ക് അതെന്ന് പറഞ്ഞാൽ ഇവരുമായിട്ടൊക്കെ ലിങ്ക് ചെയ്ത് എന്തോ പരിപാടിയാണ്. മറ്റേ ആ ടൗണിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആ വില്ലേജ് ചെന്ന് അവിടെ അതിന്റെ എൻട്രൻസ് പോയിന്റ് തന്നെ ഒരു ചെറിയ കഫേ പോലത്തെ ഒരു സ്ഥലത്ത് അത് അവസാനം ഞാൻ ഉദ്ദേശിച്ച മറ്റേ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ മറ്റേ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അതല്ലല്ലോ. ഇത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നല്ല രസമുള്ള ഒരു കോമഡി ഉണ്ട്. ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ട് ഇവിടെ തോക്ക് താഴെ പോയി കഴിഞ്ഞിട്ട് ഇതിന്റെ പുറത്തോട്ട് കുറെ പ്ലേറ്റ് വീഴും. അപ്പോൾ ഓരോ പ്ലേറ്റ് ഇങ്ങനെ പൊക്കി നോക്കും രണ്ടുപേരും തോക്ക് വെറുതെ ആ പ്ലേറ്റ് കളയണ്ടല്ലോ, അത് വേറെ ആൾക്കാർ കുറച്ച് ശരിയാ ചിരിച്ചത്. അതായത് ആ പ്ലേറ്റ് എടുത്ത് അടിച്ചു പൊട്ടിച്ചോണ്ടില്ല, പ്ലേറ്റ് എല്ലാം പൊട്ടിക്കണം. അത് ജോൺ വിക്ക് ആയിരുന്നു ആ സീൻ ഉണ്ടാകുന്നില്ല. ജോൺ വിക്കാണ് ഒറ്റ ഇടിക്ക് പ്ലേറ്റ് തോക്കെടുക്കും. അതെ ശരിയാ, ഇങ്ങനെ അടിച്ചിട്ട് കൈ വന്നിരുന്ന അതായിരിക്കും. പക്ഷെ ഇത് വേറൊരു ലൈനിലാണ് അവർ ക്യാരക്ടർ ബേസ്ഡ് ആണ് ഇതിന്റെ ഫൈറ്റൊക്കെ അപ്രോച്ച് ചെയ്തത്. മറ്റേ ഒരു വേറൊരു സംഭവമുണ്ട്, മറ്റേ ഫുള്ള് ഗ്രനേഡ് വെച്ചുള്ള ഒരു സീക്വൻസ് ഉണ്ട്. അതും ഭയങ്കര രസമായിട്ടാണ്. അത് പ്രത്യേകിച്ച് അനാ ഡി ആർമസിന്റെ ആക്ടിങ് എനിക്കൊന്ന് രണ്ടുപേരെ എടുക്കുവാണെങ്കിൽ ജോൺ വിക്കായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ ഫുള്ള് പേരെന്താ കിയാനു റീവ്സ് ഫേമസ് ആയിട്ടുള്ളത് ആക്ടിങ്ങിനെ ബേസ്ഡ് അല്ല, നേരെ തിരിച്ചാണ് അനാ ഡി ആർമസ് ഒറ്റ വാക്ക് ഭയങ്കര അതിലുണ്ടല്ല. അതായത് പുള്ളിയുടെ ആക്ടിങ് വൈസ് പുള്ളി എപ്പോഴും എല്ലാവരും കൂടെ ട്രോൾ ചെയ്യുന്ന ഒരാളാണ് പുള്ളി. ആക്ച്വലി സത്യം പറഞ്ഞാൽ ജോൺ വിക്ക് ഇല്ലായിരുന്നെങ്കിൽ പുള്ളിക്ക് പിന്നെ മെട്രിക്സ് മാത്രമേ ഉള്ളൂ. അല്ലല്ല, മറ്റേ കോൺസ്റ്റന്റീൻ ഉണ്ട്. കോൺസ്റ്റന്റീൻ പിന്നീട് തിയേറ്ററിൽ ഇറങ്ങി ആരും പോയി കണ്ടില്ല. പിന്നീട് ഭയങ്കര ഇതൊക്കെ എനിക്ക് തോന്നുന്നു സ്പീഡൊക്കെ അങ്ങനെ മറ്റേ വൺ ടൈം വണ്ടർ ലൈൻ സാധനങ്ങളാണ്. അത് കഴിഞ്ഞ് പിന്നെ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഈ മെട്രിക്സ് ഒക്കെ വരുന്നത്. അതെ മെട്രിക്സ് സീരീസ്. പിന്നെ എന്താ ഇടയ്ക്കൊരു സാധനമൊക്കെ ഉണ്ട്, ഒരു സാമുറൈ ലൈൻ 747 റോഡിനോ കഥ ബുധ, അതൊക്കെ മറ്റേ അൾട്ടിമേറ്റ് ബോംബ് ആയിട്ടാ. അതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് അത് ആക്ച്വലി അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. അതിന്റെ ഡയറക്ടർ ഇപ്പൊ ഭയങ്കര ഫാൻ ഫോളോയിങ് ഉള്ള പടമാണ്. പക്ഷെ അതിന്റെ ഡയറക്ടറുടെ സ്റ്റോറി ഭയങ്കര കിട്ടില്ല. അതറിയാം, കഥ അറിയാം. ആക്ച്വലി 47 റോഡിൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഡയറക്ടർ പുള്ളിക്കാരൻ ആക്ച്വലി ഈ പടം ചെയ്യാൻ വേണ്ടി പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് പൈസ കൊടുത്ത് പുള്ളി 47 റോഡിന്റെ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് ഈ ഒരുപാട് ഡേയ്സ് എക്സ്ട്രാ ഷൂട്ട് ചെയ്ത് പുള്ളി ഭയങ്കര ഹെക്റ്റിക്കാണ് പുള്ളിയുടെ ഷൂട്ടിങ്. ആക്ടേഴ്സ് എല്ലാവരുമായിട്ടും അടിയുണ്ടാക്കി അങ്ങനെ ഭയങ്കരമായിട്ട് പോയി. അവസാനം പുള്ളിക്ക് എന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സ് പുള്ളിക്ക് ഒരു സീരീസ് ചെയ്യാനുള്ള പുള്ളിയുടെ അതിലൊരു കഥയാണെന്ന് പറഞ്ഞാൽ പുള്ളി ഒരു സീരീസ് ചെയ്യാനുള്ള ഇത് കൊടുത്തു. പക്ഷേ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുത്ത പൈസ മൊത്തം കൊണ്ട് അണ്ണൻ ലക്ഷറീസ് കാറും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അണ്ണൻ ഹാപ്പി ആയിട്ട് വരും. അവസാനം വലിയ കേസും ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുക. അല്ലല്ല, അങ്ങനെ ഒരു വലിയ കഥയുണ്ട്. അത് നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് നോക്കിയാൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. നല്ല രസമുള്ള കഥ. ഞാനത് വായിച്ച് പരിചയത് കൊള്ളാമല്ലോ. പുള്ളിയുടെ കയ്യിൽ നിന്ന് അവസാനം ഈ സാധനം എല്ലാം തിരിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ലക്ഷറീസ് കാറുകളാണ് മൊത്തം. ഡയറക്ടറാകാൻ പോയതാണ്. പടം എടുക്കാൻ വേണ്ടി കിനാശ്ശേരി പോയി 4 കോടിയൊന്നും അല്ലാണ്ട് കടമറ്റേ അങ്ങ് നല്ല രീതിയിൽ ഇതാക്കി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ബലറീന. ബലറീനക്കകത്ത് എന്ത് പ്രതീക്ഷിച്ച് പോകുന്നു ആ എലമെന്റ്സ് എല്ലാം കിട്ടും. ഇടി കാണാൻ പോകുന്നു, നിങ്ങൾക്ക് ഇടിയുണ്ട്. ലാസ്റ്റ് ഒരു ഗ്രാമവുമായിട്ട് അടി. അത് ഭയങ്കര രസമാണ്. അതായത് ഒരു അവിടെ ചെല്ലുമ്പോൾ ആ ഗ്രാമത്തിൽ മൊത്തം ആൾക്കാർ. അപ്പോൾ അച്ഛനും വീട്ടിൽ പിള്ളേരെ കളിച്ചോണ്ടിരിക്കും. അപ്പോൾ നായിക കളിക്കുന്ന മറ്റേ ഇതിന്റെ മുമ്പിലോ മറ്റേ ആരോ എടുത്ത് അത് തന്നെ. അപ്പം മറ്റേ അവർ കളിച്ചോണ്ടിരിക്കുന്നത് ഇവർ ഓടി ചെല്ലുമ്പോഴത്തേക്കും മറ്റേ അച്ഛനമ്മ വീട്ടിനകത്ത് ഇറങ്ങി മക്കളെ എന്ന് പറഞ്ഞാൽ മക്കളെ അകത്തോട്ട് കയറ്റി ഇവരെല്ലാവരും മറ്റേ കത്തി കൊടുവളെല്ലാം എടുത്തോണ്ട് നേരെ ഇറങ്ങും അടിക്കും. അത് ഭയങ്കര രസമാണ്. ആ സെറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ഫുൾ ടൗൺ വില്ലൻ ഉണ്ടാക്കിയിരിക്കുക. അല്ല അവര് ഹൈഡിങ് അതെ അവരുടെ മറ്റേ എന്താന്ന് പറയുന്നത് അവരുടെ ഒരു സൊസൈറ്റി. ഇത്രയും വർഷങ്ങളായിട്ട് കളക്ട് ചെയ്യുന്ന പിള്ളേർ, അത് എത്രയോ വർഷങ്ങളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന എന്തോ ഒരു കൾട്ടല്ല. അപ്പം അത്രയും വർഷങ്ങളായിട്ട് കളക്ട് ചെയ്യുന്ന പിള്ളേരും അവരുടെ ഫാമിലീസും ഇങ്ങനെ അതൊന്ന് ഭയങ്കര ഒരു കൾട്ടായിട്ട് മാറിയേക്കാണ്. അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതിലേക്കൊരു ബാലറീന കയറി ചെല്ലുകയാണ്.
പിന്നെ അടി ഇടി വെടി പടകം പിന്നെ അണ്ണൻ വരുന്നുണ്ട് ഇതിനകത്ത്. അതെ, അത് ആക്ച്വലി ട്രെയിലറിൽ തന്നെ ട്രെയിലറിൽ തന്നെ റിവീൽ ചെയ്താണ്. അണ്ണന് ഭയങ്കര കൈയടിയായിരുന്നു തിയേറ്ററിൽ. അണ്ണനെ നല്ല ഐഡിയ, രണ്ട് എൻട്രിക്കും കൈയടിയായിരുന്നു. പിന്നെ ഇടയ്ക്ക് ആ അണ്ണൻ്റെ സീനൊക്കെ മറ്റേ ജോൺ വിക്ക് ഡയറക്റ്റ് ചെയ്ത പുള്ളിയാ. ഇടയ്ക്ക് കുറേ ഡയലോഗൊക്കെ ഉണ്ടല്ലോ, അയാൾ ഒരാളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് 3-4 പേര് കയറി പോവും മരക്ക. ഓർക്കുന്ന മറ്റേ ലൈറ്റ് ഹൗസിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും എടാ മേളിൽ ഒരു ജോൺ വിക്ക് ഉണ്ടെന്ന് പറയാം. അത് ഒരുത്തനല്ലേ, നമ്മൾ ഇത്രയും പേരില്ലേ നമുക്ക് വലിയ പരിചയമില്ലല്ലോടാ. ആളെ അത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ആഹാ, നല്ല മഴ പുറത്ത്. അങ്ങനെ കുറേ എലമെന്റ്സും ജോൺ വിക്കിന്റെ ഫൈറ്റ് അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലാണ് കഥയൊക്കെ പോകുന്നത്. പിന്നെ കഥാപരമായ പുതുമയും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഇടി കാണാന്നുണ്ടെങ്കിൽ ഈ സിനിമ തുടക്കം പോലെ ഫസ്റ്റ് സീൻ പോലെ ഇടിയാ, അങ്ങ് പോവാ, ഇടിച്ചിടിച്ചങ്ങ് പോവാണ്. അതെ, പിന്നെ ഈ പറയുന്ന പോലെ ജോൺ വിക്ക് സിനിമകളിലുള്ള ഒരു വിഷ്വൽ ക്വാളിറ്റി ഉണ്ട്, ഒരു കോൺട്രാസ്റ്റ്, ഒരു കളറും, അത് ഇതിനകത്തും ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ടുള്ള പരിപാടി. പിന്നെ ഇടയ്ക്ക് ഈ പടത്തിൽ ഒരു ഹെലികോപ്റ്റർ ഷോട്ട് വരും, ഭയങ്കര ലോ ക്വാളിറ്റി. അതെ അതെ, ശ്രദ്ധിച്ചായിരുന്നു? അതെ, സ്റ്റോക്ക് വീഡിയോ ആയിരിക്കണം ചാൻസ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി നമുക്കൊരു ഹെലിക്യാം എടുത്ത് ആ റെന്റ് കൊടുക്കണ്ടല്ലോ, എന്തിന് സ്റ്റോക്ക് ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ യൂട്യൂബിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ നിന്ന് എടുത്ത 1080 720p ക്വാളിറ്റി ഉള്ള ഒരു ഫയൽ. കാരണം അത് നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കര ലോ ക്വാളിറ്റി ഒരു വീഡിയോ. അത് നൈറ്റ് ഷോട്ടാണ്, അതാണ് അത്രയും പ്രശ്നം. അതെ, ഗ്രാമത്തിൽ എത്തിക്കേണ്ടെന്തോ ഉള്ള സംഭവം തോന്നുന്നു. പിന്നെ തുടക്കമുള്ളൊരു സംഭവം ഭയങ്കര രസമുണ്ടായിരുന്നു. ഇവിടെ ട്രെയിനിലെല്ലാം കഴിഞ്ഞിട്ട് ഫൈറ്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു സീക്വൻസാണ് കാണിച്ചു തുടങ്ങുന്നത്. അതായത് എല്ലാ ഫൈറ്റും കഴിഞ്ഞിട്ട് ഇങ്ങനെ കോൾ വിളിച്ചിട്ട് കാശ് കിട്ടിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്യാമറ അവിടെ നിന്ന് ഇറങ്ങി നടന്നു വരുമ്പോഴത്തേക്കും അത് ആക്ച്വലി പണ്ട് ഞങ്ങളുടെ സ്റ്റാർ മണ്ടൻ മറ്റേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അടിച്ച ഐറ്റമാണ്. ഒരു ഹോസ്പിറ്റലിനകത്ത് അനിയൻ മറ്റേ സ്റ്റാർ മനസ്സിലായി. അത് ഏത് അതെനിക്ക് 7 ആണെന്ന് തോന്നുന്നു, 7 6 മറ്റേ ഓവൻ ഷാ എന്ന് പറഞ്ഞ വില്ലൻ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ അടുത്ത 7 ഓപ്പണിംഗ് ഷോട്ടം കണ്ട. അതായത് ജേസൺ സ്റ്റാഥം വില്ലനാവുന്ന ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിന്റെ ഓപ്പണിംഗ് സീൻ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അനിയൻ കിടക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നോ അങ്ങനെ എന്തോ തോന്നുന്നു, അവിടെ നിന്നോ അനിയൻ്റെ ആണെന്ന് തോന്നുന്നു. ആ ഹോസ്പിറ്റലിൽ എവിടെ നിന്നോ ഈ പുള്ളിക്കാരൻ മറ്റേ ഇങ്ങനെ അല്ല അനിയൻ്റെ ഇയാളുടെ ഇൻട്രോസിങ് കാണിക്കുന്ന ഏതോ ഒരുത്തൻ ഇയാളെ കൊല്ലാൻ ഏൽപ്പിച്ചെന്ന് ആയിരിക്കണം തോന്നുന്നു. ഒരു റൂമിനകത്ത് നിന്ന് സ്റ്റാർ ഇറങ്ങി നടന്നു വരുമ്പം ഈ ഹോസ്പിറ്റലിനകത്തു നിന്ന് അതിൻ്റെ എല്ലാ സ്റ്റെയറിലും അവിടെ ഇവിടെ എല്ലായിടത്തും കുറേ പേരെ കൊന്നിട്ടിരിക്കുക. അങ്ങനെയാണ് അത് റിവീൽ ചെയ്യുന്നത്. പുള്ളി താഴെ ഇറങ്ങി വരുന്നു, അങ്ങനെ ലൈൻ, അതേ ലൈനിലൊരു സീക്വൻസ് ഇതിലുണ്ട്. അത് കുറച്ചുകൂടി ലെങ്ത് ഉണ്ട്. ഇത് മറ്റേ ഇത് കാറിൽ കയറി പോവും, അപ്പോൾ നമ്മൾ ക്യാമറ ലിഫ്റ്റ് ആവും, പിന്നെ അതേപടി തിരിച്ച് വരും, അവിടെ ഇടിച്ച് ഇവിടെ കാർ അവിടെ ഇടിച്ച് ഇവിടെ തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ ഇതിനകത്ത് കാണുന്ന ഫൈറ്റ് അവിടെ കുറച്ച് VFX കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച്, കാരണം കാർ വരുന്നതിൻ്റെയൊക്കെ VFX ഒക്കെ കുറച്ച് അത് ഫുള്ളി എന്തോ VFX ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് അവിടെ ഇവിടെ നമുക്ക് ചെറിയ VFX ഇടികൾ ഉണ്ട്. അതെ, അത്രയും പോളിഷ് ഇല്ല, എന്നാലും നല്ലൊരു അഡീഷനാണ്, നല്ല രസമാണ്. അനാ ഡി ആർമസിനെ പൊതുവെ എനിക്ക് ആസ് എൻ ആക്ടർ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ കണ്ട പടം എന്താണെന്ന് വെച്ചാൽ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. ഞാൻ അതിൻ്റെ ആനിമേഷൻ സീരീസിൻ്റെ ഒരു ഫാനാണ്. ഞാൻ ആനിമേഷൻ പടം എന്തോ അവിടെ ഇവിടെ എന്തോ ഒരു സീനെ കണ്ടുള്ളൂ, അതായത് പടം മൊത്തം കണ്ടിട്ടില്ല. പിന്നെ കണ്ടായിരുന്നോ? ഇല്ല, പിന്നെ കണ്ടില്ല. അപ്പോൾ 3D ആയിരുന്നു സിനിമ. എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് പടം ഭയങ്കര രസമായിട്ട് തോന്നി. അത് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗണിൻ്റെ ഈ ലൈവ് ആക്ഷൻ പടം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് കാര്യം ശരിക്കും കോമിക് ആ ഒരു ആനിമേഷൻ പടത്തിനെ ബേസ് ചെയ്താണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു കോമിക് സ്ട്രക്ചർ ഉണ്ട്. ഇതിൻ്റെ ഈ ഡ്രാഗണിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആ കോമിക്കിലുണ്ടായിരുന്ന പോലെ, അല്ലെങ്കിൽ ആ ആനിമേഷൻ ഉണ്ടായിരുന്ന പോലെ അതേ ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിനെ കുറച്ചുകൂടെ ലൈവായിട്ട് എങ്ങനെ അവർ പ്രസൻറ്റ് ചെയ്യുന്നുള്ളതാണ്. എനിക്ക് ആ കാര്യത്തിൽ അത് കുറച്ച് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ ഒരു ഫ്ലൈയിങ് സീക്വൻസ് ഒക്കെ ഉണ്ട്, ഇത് പറക്കാൻ പഠിക്കുന്നതൊക്കെ. ആ സീക്വൻസ് ഒക്കെ നല്ല രസമായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതൊക്കെ. അപ്പോൾ അത് എക്സ്പെഷ്യലി 3D കാണുമ്പോൾ നല്ല രസമാണ് മൊത്തത്തിൽ പടം. എനിക്ക് പൊതുവെ ഈ ലൈവ് ആക്ഷൻ അല്ലല്ല ആനിമേഷൻ പടങ്ങൾ, ഇപ്പോൾ 3D ആണെങ്കിലും 2D ആണെങ്കിലും ആനിമേഷൻ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ആ ഒരു ഫോർമാറ്റ് ഓഫ് ഫിലിം മേക്കിങ്ങിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഒരിക്കലും ലൈവ് ആക്ഷനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫിലിം മേക്കിങ്ങിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം എടുത്ത് ഇങ്ങോട്ട് ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ആ അഭിപ്രായം വരാനുള്ള പ്രധാന കാരണം ഡിസ്നി പടങ്ങളാണ്. ഈ ഡിസ്നിയുടെ നല്ല സിനിമകൾ ഇവന്മാരെടുത്ത് ലൈവ് ആക്ഷനാക്കി നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് കുറേ പടങ്ങൾ. അതിൻ്റെ ഒരു മാജിക്കും നഷ്ടപ്പെടും, അതിൻ്റെ ഒരു ക്യൂട്ട്നെസ്, അല്ലെങ്കിൽ നമ്മൾ ആ കുറേ ക്യാരക്ടേഴ്സിന് ഇഷ്ടപ്പെട്ടു പോകുമല്ലോ. അപ്പോൾ ഈ പടത്തിൽ ഈ ക്യാരക്ടർ ഭയങ്കര രസമുണ്ടെന്ന് തോന്നി, അത് ലൈവ് ആക്ഷൻ വരുമ്പോൾ ഭയങ്കര ഡെഡായിട്ട് തോന്നി. കാരണം അത് ലയൺ കിങ്ങിനെ പറ്റി പറയുന്നത് റിയൽ ആനിമൽസ് വന്നിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവരുടെ അതിനുണ്ടായിരുന്ന ആ പടം ചിലപ്പോൾ ലയൺ കിങ് എന്ന പേരിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഒരു രസമുള്ള ഒരു ഫോർമാറ്റാണത്. അപ്പോൾ പക്ഷെ അത് ലയൺ കിങ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് എക്സ്പ്രഷൻ കംപ്ലീറ്റ് സ്ട്രിപ്പ് ചെയ്തിട്ടുള്ളൊരു പടമാണ്. അപ്പോൾ നമുക്കത് കുറച്ചൊരു
കമ്പാരിസൺ എന്തായാലും വരും എന്ന് പറയുന്ന പോലെ. ഇപ്പം ഞാൻ ഈ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ അതിൻ്റെ ലൈവ് ആക്ഷൻ എടുക്കുവാണെങ്കിൽ തമ്മിൽ ഭേദം തൊമ്മനാണ്. അതായത് ഇതുവരെ വന്നിട്ടുള്ള ലൈവ് ആക്ഷൻ വേർഷൻസിൽ വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു സിനിമയാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ ചില സീക്വൻസസ്, പ്രത്യേകിച്ച് ഡ്രാഗണിൻ്റെ സീക്വൻസസ് ഒക്കെ എനിക്ക് ആനിമേഷനിൽ കിട്ടിയ ഇമ്പാക്റ്റിനേക്കാൾ മേലെ കിട്ടി. ഈ പറയുന്ന ഫ്ലൈയിങ് സീക്വൻസസിൽ എനിക്ക് ആനിമേഷനിൽ കാണുന്നത് അത് ചെറിയ സീനാണ്, കുറച്ചുകൂടെ ഇതിനകത്ത് കുറച്ചുകൂടെ ലെങ്തി സീനുമാണ്. കുറേ കൂടെ നമുക്ക് 3Dയിൽ ഞാൻ കണ്ടപ്പോൾ ആനിമേഷൻ ഞാൻ എനിക്ക് തോന്നുന്നു അല്ലാതെ കണ്ടതേ ഉള്ളൂ, തിയേറ്ററിൽ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സീക്വൻസും പിന്നെ ക്ലൈമാക്സ് സീക്വൻസ്, ആ ഒരു വില്ലൻ, അത് കുറെ കൂടെ ഇമ്പാക്ട്ഫുൾ, വലിയ ഒരു ഡ്രാഗൺ ലാസ്റ്റ് ആ സീക്വൻസ് ഒക്കെ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. പിന്നെ മറ്റേ നമ്മുടെ നായകൻ്റെ അച്ഛൻ ക്യാരക്ടർ, അത് പുള്ളി തന്നെ പുള്ളിയായിട്ട് തന്നെയാണ്, അതായത് ഹോളിവുഡിന്റെ രക്ഷകൻ, അവിടുത്തെ രക്ഷകൻ പടങ്ങൾ മൊത്തം ചെയ്തുകൊണ്ടിരുന്ന പുള്ളിയായിരുന്നു. പുള്ളി വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആനിമേഷൻ പടം നമുക്ക് ചെയ്യാൻ പറ്റും, കുറച്ച് എൻജോയ് ചെയ്യണം. അത് പുള്ളി മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു സങ്കടം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കൂട്ടുകാരനായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൊമേഡിയനാണ്, ക്രൈഗ് ഫെർഗ്യൂസൺ എന്ന് പറഞ്ഞിട്ട്. അപ്പം പുള്ളിയാണ് ആനിമേഷനിൽ ചെയ്തേക്കുന്നത്. അത് ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ്, ഭയങ്കര ഫൺ വർക്കി ക്യാരക്ടറാണ്. പക്ഷെ അത് ഇതിനൊക്കെ വന്നപ്പോൾ ഭയങ്കര സീരിയസ് ഒരു എന്താ പറയുക, അത്ര രസമല്ലാത്തൊരു ക്യാരക്ടറായിട്ട് തോന്നുന്നത്. അതേപോലെ തന്നെയാണ് ഈ അവരിലേക്കൊന്നും അധികം പോവാത്ത പോലെ പോകുന്നില്ല. പക്ഷെ ഒരു 1-2 സീൻസ് ഉണ്ട്, അതായത് ഈ അച്ഛനും പുള്ളിയായിട്ട് ഇരിക്കുന്ന സീനുണ്ട്. ആ സീൻ ആക്ച്വലി ഇതിനകത്ത് ഒരു സീനുണ്ട് എന്ന് പറയാമെന്നുള്ളതല്ല, അത് മറ്റേതിനകത്ത് കുറച്ചുകൂടെ എക്സ്പ്രസീവാണ് ആ സാധനം. അത് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ സീരീസ് 3 കണ്ടു. അപ്പോൾ എനിക്ക് ഈ ക്യാരക്ടേഴ്സുമായിട്ട് കുറച്ചുകൂടെ എക്സ്പോഷർ ഉണ്ട്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനെ ഞാൻ കുറച്ചുകൂടെ കണ്ടു. ഇപ്പം നിന്നെ സംബന്ധിച്ച് ഈ ഒരു പടത്തിൽ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ സ്റ്റോറിയും ഈ ക്യാരക്ടേഴ്സ്. അതേപോലെ എനിക്ക് വർക്കാവാഞ്ഞ ഒരു ക്യാരക്ടറാണ് നായിക. ആസ്ട്രിഡ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ ആനിമേഷൻ സീരീസിൽ വേറൊരു കഥാപാത്രം, ലുക്ക് മാറ്റി, അതെനിക്ക് അത്ര വിഷയമായിട്ട് തോന്നാറില്ല. പക്ഷേ ആ ക്യാരക്ടറിനെ മാറ്റുന്ന കുറച്ച് പ്രശ്നമാണ്. ഇത്രയും അങ്ങ് മൂടി ഒരു ക്യാരക്ടറല്ലേ, മൂടി ടീനേജർ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ നായകനും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. കുറച്ചധികം മറ്റേന്ന് വെച്ചാൽ കുറച്ച് ഓക്വേർഡായിട്ട് ഉള്ള സാധനമാണ്, പക്ഷെ അത് ഇതിനകത്ത് എന്തോ അത്രയും എനർജി വരാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം അങ്ങനെയുള്ള മറ്റേ റീമേക്കിൽ പറഞ്ഞത് ഈ 3D പടം കാണാത്തവർക്ക് ഇത് നല്ല രസമായിരിക്കും. അതെ, പടം കാണാത്തവർക്ക് നല്ല രസമുള്ളൊരു കഥയാണ്. പിന്നെ ഞാൻ ഈ കഥ വീണ്ടും വീണ്ടും കാണുന്നതിൻ്റെ ഒരു ഇതുണ്ട്. എനിക്ക് കഥ മുഴുവൻ അറിയാവുന്നതുകൊണ്ടുള്ള ഒരു ഇതും കൊള്ളാം. ഞാൻ വിചാരിച്ച പോലെ അങ്ങനെ ഭയങ്കര ചെറിയ ഒരു 3D ഫിലിം അല്ലെങ്കിൽ മറ്റേ ഈ ആനിമേഷൻ പടങ്ങൾ എന്ന് പറയുമ്പോഴേ കുറച്ച് സില്ലി ആയിട്ടുള്ള സംഭവങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ ഇങ്ങനെ കഥകൾ. അപ്പോൾ എനിക്ക് പക്ഷേ ഇത് കണ്ടുകൊണ്ട് നമുക്ക് ഭയങ്കര നല്ല കഥയാണല്ലോ ഇതിൻ്റെ എന്നത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുകയും ചെയ്യും. അതായത് നമ്മളിവിടെ അത്രയില്ല, എന്നാലും വിദേശങ്ങൾ ഇപ്പം നമ്മുടെ ഒരു AI വെച്ചിട്ടൊരു ഡ്രാഗൺ മുക്കോ അങ്ങനത്തെ ഒരു സാധനം വന്ന് ഡൈനമുക്ക് എന്ന് വന്നത് പോലെ തന്നെ ഈ വിദേശങ്ങളിലൊക്കെ എനിക്കൊരു ഡ്രാഗണേ ഉണ്ടായിരുന്നെങ്കിൽ, കാരണം പണ്ട് തൊട്ടേ ഇവരുടെ സിനിമകളിൽ ഈ ഡ്രാഗണുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചിലയിടത്ത് ഭയങ്കര ഭീകര ഡ്രാഗണും, ചിലയിടത്ത് കുറച്ച് നായകനുമായിട്ട് ഭയങ്കര അടുക്കുന്ന ഡ്രാഗൺ. ഈ ഒരു കഥ എലമെന്റ് ഭയങ്കര ഇതുപോലെ പടമൊക്കെ രാജമൗലി എടുക്കണമല്ലേ. അതായത് ബാഹുബലിയുടെ ഒരു കാലഘട്ടത്തിൽ ഈ ആൾക്കാർ വയന്നുകൊണ്ടിരിക്കുന്ന ഡ്രാഗൺ, ശരിക്കും ഈ ഔട്ട് ട്രെയിൻ ഡ്രാഗൺ ഇതേ ഐഡിയ എടുത്ത് വെച്ച് ഇതിനെ ബാഹുബലി ടൈമിലേക്ക് കൊണ്ട് സെറ്റ് ചെയ്യണം. അതെ, ഇന്ത്യയുടെ എന്തോ ഒരു മുങ്ങിപ്പോയൊരു ഐലൻഡൊക്കെ ഉണ്ടല്ലോ, ഇന്ത്യ മറ്റേ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്ക് ഇടയ്ക്ക് ഒരു എന്തായാലും പറയുന്നത് മറ്റേ അവിടെയൊക്കെ വെച്ച് എന്ത് വേണം സെറ്റ് ചെയ്യാമല്ലോ. അതെ അതെ, ഫിക്ഷണൽ മഹിഷ്മതിക്കകത്ത് 2 ഡ്രാഗൺ ഒരു ഫിക്ഷണൽ എലമെന്റ് ഒരു പ്ലേസ് അല്ലേ. അപ്പോൾ അത് തന്നെ അവിടെ ഈ പറഞ്ഞ പോലെ അങ്ങനെ സ്ഥലത്ത് ആൾക്കാർ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുക ഡ്രാഗണിന് കാരണം. അപ്പോഴാണ് അവിടേക്ക് അവർ ഈ പറഞ്ഞ ഡ്രാഗണെ മരിക്കുന്ന ഒരാൾ വരുന്നു, ഡ്രാഗൺ തമ്മിലുള്ള തീ തുപ്പുന്നു, ബൂം, ഡ്രാഗണ് ചന്ദ്രൻ തൊട്ട് അല്ലല്ല കിട്ടുന്നു. ബേസിക്കലി നമുക്ക് ഈ മോൺസ്റ്റർ പടങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ പടങ്ങൾ വളരെ കുറവാണ്. അല്ല, ആ സീനൊക്കെ വരും നമ്മുടെ മറ്റേ ഇതിന് അനിയൻ മറ്റേ ചേട്ടനും അനിയനൊക്കെ ചരട് കിട്ടുന്ന ഒരു സാധനം, അധികം തീ തുപ്പണം മതി. അതുകൊണ്ട് എപ്പോഴും തീ തുപ്പണോ തോന്നുമ്പോ ഈ ചരട് മുറിക്കണം. നരലിലൊക്കെ പറയുന്ന വില്ലനായിട്ട് ഫൈറ്റിന് മുമ്പ് ഈ സാധനം ഈ ചരട് വെട്ടുന്നത് ഡ്രാഗൺ ചെന്ന് അടിക്കും. ആ സാധനമൊക്കെ വരുന്നതാണെങ്കിൽ വിദേശികൾ പക്ഷേ ഇത് നമുക്ക് തോന്നാൻ ചെയ്യുന്ന അല്ല, അതാ ശരി. കാരണം നമ്മുടെ കൾച്ചറിലേക്ക് നമ്മൾ ഇങ്ങനൊരു മോൺസ്റ്റർ പടത്തെ കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ ഇത് പുറത്തുള്ളവർക്ക് കാണുമ്പോൾ ഭയങ്കര ഫ്രഷായിട്ട് ഫീൽ ചെയ്യും. ഇപ്പം ഈ നീജ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ളത് ഈ പറയുന്ന ഒന്നെങ്കിൽ ബ്രിട്ടീഷ് ആനിമേഷൻ സിനിമകൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അമേരിക്കൻ. അപ്പം ഇതിനകത്തെ സ്റ്റോറി എലമെൻസും നമ്മളിപ്പോൾ ഒരു വില്ലനും നായകനും അടിവെക്കുന്നു എന്നുള്ളൊരു സീൻ എഴുതുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാമെന്ന് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ ഈ ഐഡിയയിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടാണ് ഈ പടം കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ വിചാരിച്ചു ഇതിങ്ങനെയും പ്ലാൻ ചെയ്യും. കാരണം ലാസ്റ്റ് ക്ലൈമാക്സ് ഫൈറ്റൊക്കെ നടക്കുന്ന ഒരു ചട്ടിക്കകത്തൊക്കെ അപ്പം നമ്മൾ ഒരിക്കലും അത്രയും ചെറുതാക്കുമല്ലേ. ഇപ്പം ഇംഗ്ലീഷ് പടങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര വലുതാക്കും. ഇത് വലിയൊരു ചട്ടിക്കകത്ത്
അപ്പോൾ നമ്മൾ ചേട്ടാ ഇതും ചെയ്യാൻ ഇതിന് രസമുണ്ട്, അതിനകത്ത് കുറച്ച് ഇമോഷൻ ആണെങ്കിലും നല്ല രീതിയിൽ ഇമോഷൻ, അതായത് നമുക്ക് കൂടുതൽ വർക്കാവുന്ന രീതിയിലുള്ള ഇമോഷനൊക്കെ പുഷ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പടത്തിൻ്റെ പലപ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇമോഷൻ ഒരു പോയിന്റ് ഉണ്ട്. പിക്സാർ പടങ്ങൾ ഒഴിച്ചു അതാണെങ്കിൽ അവരും ഇങ്ങനെ പിഴിഞ്ഞെടുക്കും നമ്മളെ. മറ്റേ കഴിഞ്ഞ ഏതോ പടം തിയേറ്ററിലെല്ലാവരും കരയുമായിരുന്നു ഈ നമുക്ക് ഇവിടെയും ആനിമേഷൻ പടങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പടങ്ങളൊക്കെ വരുമ്പോഴേക്കും ഇതൊക്കെ ട്രൈ ചെയ്യാവുന്ന ടൈപ്പ് കഥകളാണ്. നമ്മുടെ ആനിമേഷൻ പടങ്ങളില്ല, അതാണ് ഇവിടുത്തെ വലിയ അല്ലേ. കാരണം അത് എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും ആലോചിക്കാം നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഈ ബാലരമയിലൊക്കെ ഉള്ള ഒരുപാട് കഥകളുണ്ടല്ലോ അതിനെ ആനിമേഷൻ ഫോർമാറ്റിൽ തന്നെ അവതരിപ്പിക്കാം. ജെബോണിയൻസ് അങ്ങനത്തെ ഒരു മലയാളിയല്ലേ ജെബോണിയൻസ്. അപ്പം പുള്ളി ചെയ്യുന്ന സംഭവങ്ങൾ ഒരു പടമാക്കാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാണ്. ഒരു പ്രൊഡ്യൂസറിനെ കൊടുക്കാമെങ്കിൽ സൂപ്പർവൈസറായിട്ട് ഇരുത്തി നല്ലൊരു ആനിമേഷൻ പടങ്ങൾ എടുക്കാൻ പറ്റും. ജോണി പുതിയ ആ സാധനങ്ങളൊക്കെ പുള്ളി അത് നല്ല രസമായിട്ടാണ് പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതേ മോഡലിൽ ഒരു നല്ല, അതേപോലെ എനിക്ക് തോന്നുന്നത് നമ്മുടെ മറ്റേ കണ്ടവരുണ്ടോ എന്തെങ്കിലും മറ്റേ കണ്ടവരുണ്ടോ മറ്റേ അപ്പൂപ്പൻ്റെ ഒരു കഥയുണ്ടോ കണ്ടവരുണ്ടോന്നല്ല എൻ്റെ പേര്. അത് അതിൻ്റെ 2D ആനിമേഷൻ സാധനമാണെങ്കിലും അത് എന്ത് രസമായിരുന്നു. അത് ഈ പറയുന്ന പോലെ നമ്മള് മിനിമലി ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ബ്രഹ്മയുഗത്തിലാണെങ്കിലും നമ്മൾ ആ ഒരു സീക്വൻസ് ഒരു ഫ്ലാഷ് നമ്മളിവിടെ ആനിമേഷൻ ഉപയോഗിക്കുന്നത് ഫ്ലാഷ് ബാക്ക് പറയാനാണ്. അതിപ്പോ പഴയ നമ്മുടെ ഗാങ്സ്റ്റർ പടത്തിന്റെ ബാക്ക് സ്റ്റോറി പറയാനൊക്കെ ഒരു നല്ല ആനിമേഷൻ സീക്വൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് പടത്തിലുണ്ട്. നമുക്കൊരു പടം ഉണ്ടല്ലോ നമ്മുടെ ഗാങ്സ്റ്റർ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൽക്കിക്കകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പടമായിട്ട് ഇവർക്ക് എനിക്കൊന്നിങ്ങനെ കുറച്ച് പടങ്ങളിൽ ഇങ്ങനെ വന്ന് പരിചിതമായിക്കാണ്ട് ഒരു ഫുൾ ഫ്ലെഡ്ജ് ഇവിടെ ഇറക്കി നോക്കണം, കുറച്ച് ചെറിയ ബഡ്ജറ്റിലെങ്കിലും. അതെ ചെറിയ ബഡ്ജറ്റിലെങ്കിലും കാണും. അതെ ഡെഫിനറ്റ്ലി അത് നല്ല രസമായിരിക്കും. അത് ഈ അഡൽട്ട് മറ്റേ വലിയവർക്കും ചെറിയ പിള്ളേർക്കും. അതിന്റെ പ്രശ്നം ചേട്ടാ നമ്മളിവിടെ ഈ പടം ഉണ്ടാക്കുന്നത് മെയിനായിട്ട് എയിം ചെയ്യുന്നത് പിള്ളേരെ അത് അല്ലല്ല. ഈ നമ്മുടെ ഇവിടെ പടം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എയിം ചെയ്യുന്നത് മറ്റേ യങ്സ്റ്റേഴ്സിനെയാണ്. അവിടെ കുട്ടികളെന്നൊരു കാറ്റഗറിയെ ഇവർ കുട്ടികളുടെ പടം. നമ്മളിവിടെ നോർത്തിലൊക്കെ ഈ ആനിമേഷൻ പടം ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ചെറിയ പിള്ളേരെയാണ് എയിം ചെയ്യുന്നത്. അങ്ങനെ അതുകൊണ്ട് അല്ല ഞാൻ പറഞ്ഞത് ബേസിക്കലി പ്രൊഡ്യൂസേഴ്സ് ഈ ഇങ്ങനെ വലിയ പടത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നത് നമ്മുടെ പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സിനാണ്. അപ്പോൾ അവർ ഈ ആനിമേഷൻ പടം കാണില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ അവർക്ക് ഇത് വർക്കാവില്ല എന്നൊരു തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇവർ ഈ ഇങ്ങനത്തെ പടങ്ങൾക്ക് ആരും ബാക്ക് ചെയ്യാത്തത്. ഈ ഐഡിയ പിന്നെ ഇതിനെ ചിലപ്പോൾ അവർ പിള്ളേരുടെ സാധനമാണ്, അത് കാർട്ടൂണാണെന്നൊക്കെ ഈ ഐഡിയ കൊണ്ട് ആരെങ്കിലും ഒക്കെ ചെന്നിട്ടുണ്ടാവും ചേട്ടാ. ഉറപ്പായിട്ടും ഏതെങ്കിലും ഒക്കെ പരിചയമുള്ളൊരു VFX ആർട്ടിസ്റ്റ് പുള്ളി ചെയ്തിട്ടുണ്ടാവും. പക്ഷേ മലയാളത്തിൽ അങ്ങനെ പടം പോസിബിൾ ആക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യും, ഇത് എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കും, ഇത് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം ആ സാധനം. കാരണം ഇന്ന് ഇങ്ങനൊരു പടം സെറ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ അങ്ങനെ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് വളരെ ഹൈ ആണ്. നമുക്ക് ചുമ്മാ നമ്മൾക്ക് ബഡ്ജറ്റ് കുറവായതുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഇങ്ങനത്തെ ഒരു പടം നല്ല രീതിയിൽ എക്സ്പെൻസ് വരുന്നൊരു സംഭവമാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അതെ നമ്മൾ പറഞ്ഞ് ഇങ്ങോട്ടൊക്കെ പോയി. അതെ നമ്മൾ അങ്ങനെ ആനിമേഷൻ പടം എടുക്കുന്നതിനെ പറ്റി സംസാരിക്കുകയാണ്. എൻ്റെ വലിയ ആഗ്രഹമാണ് സൂത്രൻ എന്ന് പറഞ്ഞ കഥയില്ല നമ്മുടെ ബാലരമയിലെ സൂത്രൻ്റെ ഷേരുവിൻ്റെ ഒരു ആനിമേറ്റഡ് ഫിലിം ചെയ്യണം. നല്ല രസമായിരിക്കും സൂത്രനും ഷേരും. കാരണം നമ്മൾ കണ്ട സൂത്രനും ഷേരും എപ്പിസോഡിക്കല്ല, അതായത് ഒരു എപ്പിസോഡിനകത്ത് അല്ലെങ്കിൽ ഒരു ലക്കത്തിൽ ഒരു കഥ പോലെ അവർ പോകുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി ആ ക്യാരക്ടേഴ്സിനെ വെച്ചുകൊണ്ട് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് പടം ചെയ്യണമെന്നും ഭയങ്കരമായിട്ട്, അതായത് അത് നമ്മുടെ ആനിമേഷൻ മൂവി പോലെ അത് നല്ല രസമായിരിക്കും. അതിന് കുറേ നമുക്ക് കോമഡി പടം, അതായത് നല്ലൊരു കോമഡി എൻ്റർടൈനർ പടം ഉണ്ടാക്കാൻ പറ്റും അവരുടെ ക്യാരക്ടറിനെ വെച്ചിട്ട്. കാരണം അതിന് എനിക്കെപ്പോഴും തോന്നുന്നു നമ്മുടെ ബാലരമയ്ക്ക് ഒരു ഭയങ്കര വലിയ ഫാൻ ബേസ് ഉണ്ട്. അതിന് ഇപ്പോൾ പ്രായമുള്ളവർ, കുട്ടികൾ, നമ്മുടെ ഏജിൽ തുടങ്ങിയ ഒരുപാട് ഒരു ഇത്ര ജനറേഷൻ ആൾക്കാർക്ക് ബാലരമ, ബാലഭൂമി, ബാലമംഗളം തുടങ്ങിയ സാധനങ്ങൾ ഇന്നത്തെ ജനറേഷനും അറിയാം. കാരണം അത് ഇപ്പോഴും സ്റ്റിൽ ആ സാധനമുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു ഇത് മാറി, എന്താ ഒരു അത്യാവശ്യം അങ്ങനെ ആ സാധനം കുട്ടികൾക്ക് അത്യാവശ്യമാണെന്നുള്ള ലൈനിലേക്കൊന്നും ഇല്ലല്ലോ. അത് വേണേ വാങ്ങിച്ചാൽ മതി എന്നുള്ള ലൈനിലേക്ക് മാറിയില്ല. അപ്പം നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് എല്ലാ ആഴ്ചയിലും വരുത്തി തരുമായിരുന്നു. അപ്പം നമ്മളിത് വായിക്കും, നമുക്ക് എല്ലാ ആഴ്ച ഇത് വായിക്കാൻ കാണാൻ ഭയങ്കര മറ്റേ ഒരു ഇംഗ്ലീഷ് ഡിജിറ്റൽ വേറെ സംഭവം കൊണ്ട് അതൊക്കെ വായിക്കുമായിരുന്നു. ഇല്ല നമ്മൾ മലയാളമാണ് കളിക്കുടുക്ക, ബാലരമ, ബാലമംഗളം, ബാലഭൂമി എല്ലാം വായിക്കുമായിരുന്നു. മറ്റേ ഷാറൂഖ് ഖാൻ്റെ മോളൊക്കെ അഭിനയിച്ചൊരു പടം ഉണ്ടല്ലോ ആർച്ചീസ് അതൊക്കെ അതിനകത്തൊന്നിരുന്ന അപ്പോൾ ആ കഥയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു മാജിക് മാലു, ശക്തി വരുന്നു ഈ ഐറ്റംസ് ഒക്കെ ശരിക്കും സിനിമയാക്കാനുള്ള ഒരു ഭയങ്കര നല്ല. അപ്പോൾ നമ്പർ 853 അല്ല വേറൊരു സാധനം ഞാൻ പറയാൻ പറഞ്ഞു. ഈ ബാലറിനകത്ത് ഒരു മരിച്ച ഒരു ആക്ടറിൻ്റെ ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരിക്കും ചെയ്യുന്നത്? അതോ ആ പുള്ളി മരിക്കുന്നതിന് മുമ്പ് എന്തോ ഷൂട്ട് ചെയ്തിരിക്കണം. കാര്യം ആകെ 2-3 അത്രേ ഉള്ളൂ, കുറച്ചധികം ഒന്നുമില്ല. പുള്ളി ആകെ വന്നിങ്ങനെ പോവാം, അത്രേ ഉള്ളൂ. അപ്പം ബാലറീന കാണുക, ആക്ഷൻ പടം ടീംസ് ഒക്കെ. നമ്മുടെ ഇതിൻ്റെ കാര്യം പറഞ്ഞോണ്ടിരുന്ന അത് മനസ്സിലായല്ലേ ഇന്ത്യ വേണ്ടിയിട്ട് ആക്ഷൻ പടം ടീംസ് എല്ലാം ബാലറീന കാണുക. ഉള്ളിലെ കുട്ടികൾ ഇപ്പോഴും ഉണർന്നിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഹൗ ടു ട്രെയിൻ ദ ഡ്രാഗൺ 3D തിയേറ്ററിൽ പോയി കണ്ടു നോക്കും. നല്ല രസമാണ്, നല്ല വൈബാണ്. അതുപോലെ ഫാമിലി ആയിട്ട് കുട്ടികളെ കാണിക്കാൻ
അടിപൊളി. ഞാൻ പടം കാണാൻ പോയപ്പോൾ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ അടുത്തൊക്കെ പിള്ളേരൊക്കെ ഇരിപ്പുണ്ട്. അതെ, ഞാനും കണ്ടപ്പം പിള്ളേർ എൻജോയ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം. ഉണ്ട്. അപ്പോൾ അവർക്ക് ശരിക്കും അങ്ങനെ ഒരു ഞാൻ ഈ മറ്റേ പടം ഇറങ്ങിയ 15 വർഷം മുമ്പ്, അപ്പം അന്ന് കാണാൻ പറ്റാത്തവർക്ക് അല്ല, ഈ വന്ന പിള്ളേർ ഒരുപാട് പേര് പടം കണ്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അമ്മ അച്ഛനൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ആ പിള്ളേരോട് പറഞ്ഞുകൊണ്ട് ഇത് ഇന്ന ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കുറച്ച് രസമായിട്ട് തോന്നി. കാരണം ഒരുപാട് ക്യാരക്ടേഴ്സിന് പ്രത്യേകിച്ച് ആ ഫ്രണ്ട്സ് ഇല്ലേ, ഫയർ ബ്രിഗേഡോ, ആ ടീമിൻ്റെ ഒക്കെ വിഷ്വല് മാറ്റിയിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഒറിജിനലിൽ ഇവരൊക്കെ മറ്റേ വെള്ളമുടി എന്തോ ബ്ലോണ്ടാണ്. ഇപ്പോൾ ഇതിനകത്ത് അവരുടെ എത്നിസിറ്റി നമുക്ക് മനസ്സിലാത്ത രീതിയിൽ, പിന്നെ ഇതിനകത്ത് അതെന്തുകൊണ്ടെന്നുള്ള കാര്യത്തിനൊക്കെ പല സ്ഥലത്തു വന്ന് ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എനിക്ക് തോന്നുന്നൊരു സ്റ്റുഡിയോ പടമായി മാറുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ചെക്ക് ലിസ്റ്റ് എല്ലാം. അതെ, കുറേ ചെക്ക് ലിസ്റ്റുകളുണ്ട് ഇങ്ങനെ ഇന്ന ക്യാരക്ടേഴ്സിന്റെ ഇന്ന എത്നിസിറ്റി. ആദ്യത്തെ സീക്വൻസ് ഉണ്ട്, ഏഷ്യനും ബ്ലാക്കും ഒക്കെ വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതെ, അത് കഴിഞ്ഞ് പിന്നെ ഒന്നും അവരെ അങ്ങനെ വലിയ കാര്യമായിട്ട് ചെയ്യുന്നില്ല. അല്ല, അത് ഈ പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു വിടാനുള്ള എലമെന്റ്സ് അതിലേക്ക് അതിന്റെ കഥയിലേക്കൊന്നും പോകുന്നില്ല. കാരണം ഒറിജിനൽ ഇതിനകത്ത് ഇനിഷ്യൽ സീക്വൻസ് ഇങ്ങനല്ല. ഇനിഷ്യൽ സീക്വൻസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ആടിനെ എടുത്തുകൊണ്ട് പോകുന്നു. ഇതിനകത്ത് ആക്ച്വലി കാണിച്ചേക്കുന്നത് ഒരു ആടിന്റെ എന്തോ വെച്ചിട്ട് ഇവരെ പിടിക്കാൻ വേണ്ടി നോക്കുന്നു. ഇനിഷ്യൽ മറ്റേതിനകത്ത് ആടിനെ എടുക്കുമ്പോഴാണ് ഇവർ രാത്രി വന്ന് അറിയുന്നത്. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എനിക്ക് കുറേ സംഭവങ്ങൾ ഒറിജിനലിന്റെ ഒരു ക്യൂട്ട്നെസ് ഇതിനകത്ത് നഷ്ടപ്പെട്ട പോലെ. പക്ഷെ ഇതൊരു ലൈവ് ആക്ഷൻ പടം എന്ന രീതിയിൽ നമ്മൾ ഇതാണ് ആദ്യം കാണുന്നെങ്കിൽ ഓക്കെ, നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല എൻജോയബിൾ പടം, 3D നല്ല 3D കാണാൻ പറ്റുന്ന തിയേറ്ററിൽ പോയി കണ്ടുപോകും. നല്ല രസമുള്ള പടം, എസ്പെഷ്യലി കുട്ടികളെ കൊണ്ട് കൊണ്ടുപോകും. നിങ്ങൾ മ്യൂസിക് ഞാൻ ആ ആനിമേഷൻ പടത്തിൽ എൻജോയ് ചെയ്ത് അത്ര ഇതിനകത്ത് എൻജോയ് ചെയ്തില്ല. കാരണം ഇതിനകത്ത് ഇപ്പോൾ മറ്റേ ആ പറക്കുന്ന സീക്വൻസിലാണെങ്കിലും ഇവർ സൗണ്ട് മിക്സ് ചെയ്തപ്പോഴത്തേക്കും മറ്റേ സൗണ്ടൊക്കെ കടലിൻ്റെ കാറ്റിൻ്റെ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത് മ്യൂസിക് ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുക. പക്ഷെ നമ്മൾ എനിക്ക് തോന്നുന്നു ആനിമേഷൻ സീക്വൻസിൽ ഈ സീക്വൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും മ്യൂസിക് കുറച്ചുകൂടെ ലൗഡാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫണ്ണായിട്ടാണ് അതിനകത്ത് പ്ലേസ് ചെയ്യുന്നത്. ചിലപ്പോൾ ആനിമേഷൻ പടത്തിൽ ചിലപ്പോൾ കൂടുതൽ വർക്ക് ആവുന്നുണ്ടായിരിക്കും. പിന്നെ പലരുടെയും സ്കോട്ടിഷ് മ്യൂസിക് എല്ലാം പലർക്കും അതിനകത്ത് സ്കോട്ടിഷ് ആക്സെൻറ്റ് ഭയങ്കര തിക്കാണ്, ഭയങ്കര. ഇതിനകത്ത് പക്ഷേ അങ്ങനെ എല്ലാവരും ഇംഗ്ലീഷൊക്കെ പറയുന്ന പോലെ തോന്നിയത്. ജെറാർഡ് ബട്ട്ലർ സ്കോട്ട്ലൻഡുകാരനാണ്. പക്ഷേ അതാ പറഞ്ഞത്, അവരിപ്പോൾ ഓൾറെഡി എല്ലാവരും പല സ്ഥലത്തുനിന്നുള്ള ലൈനാക്കി. അതുകൊണ്ട് എല്ലാവരും ഇഷ്ടം നിങ്ങൾ അങ്ങനെ കറക്റ്റ് ആക്സെന്റ് പിടിക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ പറഞ്ഞു. അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ അതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ എൻ്റെ മറ്റേത് 3 പടവും കണ്ട് അതിങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തോന്നുന്ന കാര്യങ്ങളാണ്. കൂടുതൽ ടൈം ഈ ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. അതെ, അതുകൊണ്ട് തന്നെ ചേട്ടാ ഞാൻ ആ ക്യാരക്ടറെ കാണാൻ പോയിരിക്കും, ആ ക്യാരക്ടർ എല്ലാം എൻ്റെ മുമ്പിൽ വരുന്നു. അത്രേ ഉള്ളൂ. എല്ലാ ക്യാരക്ടേഴ്സിനും ചെറിയ ചെറിയ ചേഞ്ചസ് ഇവർ കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ളൊരു തിയേറ്ററിൽ പോകട്ടെ അങ്ങനെ മുഷിക്കൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ചിലപ്പോൾ അത് വിഷമാവും. എന്റെ ക്യാരക്ടർ ഇങ്ങനെ, എന്റെ ക്യാരക്ടർ ഇങ്ങനല്ല. എനിക്ക് കാരണം ഞാൻ ഈ ആക്സിഡന്റ് ഇവന്റെ ലവ് സ്റ്റോറി ഇവർക്ക് പിള്ളേരൊക്കെ ആവുന്നവരെ കണ്ടു. മൊത്തം മാറ്റി നിങ്ങൾ എന്റെ സ്പോയിലർ ആക്കി എനിക്ക് കാണാനുള്ളതല്ലേ, നിങ്ങൾ എന്തോ ഈ പറയുന്നത്. അല്ലെങ്കിൽ ഒന്നാവുമല്ലേ ഇതിനകത്ത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ചത്തെ പടങ്ങളല്ല. അപ്പോൾ ഇനി ഈ ആഴ്ച പടങ്ങളുണ്ട്, 20-ാം തീയതി പടങ്ങളുണ്ട്, കുബേരയുണ്ട്, വേറെ 1-2 പടമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ അഭിപ്രായങ്ങൾ. നിങ്ങൾക്ക് സിനിമ കണ്ടതിന് ശേഷം എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക.